മലയാള സിനിമയിലെ ഹാസ്യ ചക്രവർത്തി ജഗതി ശ്രീകുമാർ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വെള്ളിത്തിരയിലേക്ക്. സിൽവർ സ്റ്റോൺ വാട്ടർ തീം പാർക്കിന്റെ പരസ്യ ചിത്രത്തിലൂടെയാണ് ജഗതി വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തുക. ജഗതി ശ്രീകുമാർ എന്റർടൈൻമെന്റ്സിലൂടെയാണ് ജഗതി വീണ്ടും വെള്ളിത്തിരയിലെത്തുന്നത്. ആരാധകരുടെ 7 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഹാസ്യ സാമ്രാട്ട് വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുന്നത്. സിൽവർ സ്റ്റോൺ വാട്ടർ തീം പാർക്കിന്റെ പരസ്യ ചിത്രത്തിലൂടെയാണ് തിരിച്ചുവരവ്. മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം സദസ്സിനെ കൈവീശി അഭിവാദ്യം ചെയ്തുകൊണ്ട് വേദിയിലെത്തിയ ജഗതിയെ കിരീടവും ചെങ്കോലും നൽകി സിൽവർ സ്റ്റോൺ ഭാരവാഹികൾ സ്വീകരിച്ചു. 4 ദശാബ്ദക്കാലം ചിരിയുടെ പൂരക്കാഴ്ചകൾ സമ്മാനിച്ച ജഗതി അഭിനയിക്കുന്നതും സുഹൃത്തുക്കളുമായി ഇടപഴകുന്നതും അദ്ദേഹത്തിന്റെ നിലവിലെ സ്ഥിതിയിൽ കാര്യമായ മാറ്റമുണ്ടാക്കുമെന്ന് ഡോക്ടർ കുടുംബത്തോട് നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് കുടുംബം പരസ്യചിത്രം തെരഞ്ഞെടുത്തത്. ജഗതി വെള്ളിത്തിരയിലേക്ക് തിരിച്ചുവരുന്ന പരസ്യചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടൻ മനോജ് കെ ജെയിൻ നിർവഹിച്ചു. ഈ രണ്ടാം ജന്മത്തിൽ അദ്ദേഹത്തിന്റെ ഈ പുതിയ അവതാരം നമ്മൾ ആസ്വദിക്കാം. അതിലൂടെ ഈ പുതിയ ആഡ് ഫിലിം അതിന് സഹായകമാകട്ടെ. ഇനി ഒരുപാട് സിനിമകളിലൂടെ നമ്മൾ അദ്ദേഹം രസിപ്പിക്കട്ടെ. ആരോഗ്യ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അഭിനയ രംഗത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിലാണ് പാർക്കിന്റെ പരസ്യചിത്രം തെരഞ്ഞെടുത്തതെന്ന് മകൾ പാർവതി ഷോൺ പറഞ്ഞു. ജഗതി ശ്രീകുമാർ തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രേക്ഷകർ വിചാരിക്കും പഴയ പോലെ തന്നെ സ്മാർട്ടായിട്ട് വരുന്നതായിരിക്കും. അല്ല, പക്ഷേ സ്റ്റിൽ ഹീ ഈസ് നോട്ട് ഏബിൾ ടു ടോക്ക്. ബട്ട് ദെൻ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും. പപ്പയ്ക്ക് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഓർമ്മയും ശക്തിയും എല്ലാം ഉണ്ട്. 7 വർഷം മുമ്പ് കോഴിക്കോട് തേഞ്ഞിപ്പാലത്ത് വെച്ചുണ്ടായ അപകടത്തെ തുടർന്നാണ് ജഗതിക്ക് അഭിനയ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നത്. പരസ്യചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇന്ന് സിൽവർ സ്റ്റോമിൽ ആരംഭിക്കും. ചടങ്ങിൽ സിൽവർ സ്റ്റോം മാനേജിംഗ് ഡയറക്ടർ ഷാലിമാർ, ചെയർമാൻ PK അബ്ദുൾ ജലീൽ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. 24 തൃശൂർ. ഫ്ലവേഴ്സും ഫ്ലവേഴ്സ് ഗ്രൂപ്പിലെ വാർത്താ ചാനൽ 24ഉം ഫ്രീ ടെലിവിഷൻ ചാനലുകളാണ്. ലഭിക്കുന്നില്ല എങ്കിൽ ചോദിച്ചു വാങ്ങുക.